അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയം ശുദ്ധമാണോ? അതായത് നിങ്ങൾ നല്ലൊരു മനുഷ്യനാണോ എന്ന്. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും ഉത്തരം പറയാം? നമുക്ക് കൃത്യമായിട്ടുള്ളൊരു മറുപടി ഉണ്ടാവില്ലല്ലോ. നമ്മൾ എത്ര ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, നമുക്ക് കൃത്യമായിട്ടൊരു മറുപടി നമുക്ക് തരാൻ കഴിയില്ല. പക്ഷേ നമ്മളുടെ ഹൃദയം ശുദ്ധമാണോ എന്ന് നമുക്ക് തന്നെ അളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അല്ലാഹു തആല കുറച്ച് അടയാളങ്ങളെ വെച്ച് തന്നിട്ടുണ്ട്. ആ ഒരു അടയാളങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാരണം ഇതാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലും അസൂയ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലും അസൂയ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം ശുദ്ധമല്ല, പ്യുവറല്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആരോടും അസൂയൊന്നും ഇല്ല എന്നാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം നല്ല ശുദ്ധമായ ഹൃദയമാണ്. അതായത് നിങ്ങളുടെ ഹൃദയം ശുദ്ധമായതിലുള്ള ഒന്നാമത്തെ അടയാളമാണത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ മറ്റുള്ളവരോട് എപ്പോഴും പുഞ്ചിരിക്കുന്ന ആളാണ്. നിങ്ങളുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാക്കും. മറ്റുള്ളവരെ കണ്ടാൽ ഒരു പുഞ്ചിരി ഉണ്ടാക്കും. ചില ആളുകളോട് മാത്രം കനപ്പിച്ചിരിക്കുക, അങ്ങനെയൊന്നുമില്ല. എല്ലാവരോടും പുഞ്ചിരിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ്. അതായത് പുഞ്ചിരി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാന ഭാഗമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം ശുദ്ധമാണ്. അപ്പോൾ മൂന്നാമത്തെ കാര്യം, ഈ 4 കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലാണ് കേട്ടോ നമ്മുടെ ഹൃദയം പൂർണ്ണമായിട്ടും ശുദ്ധമാണ്, നമ്മൾ നല്ലൊരു മനുഷ്യനാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ കാരണം ഇതാണ്, നിങ്ങൾ മറ്റുള്ളവർക്ക് എല്ലാവർക്കും സഹായകരമായ ആളാണ്. അതായത് മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് പറയാം. അടുത്ത കാര്യം, നിങ്ങൾ മറ്റൊരാളുടെ ഹൃദയം തകർത്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് മറ്റുള്ളവരെ ഒരുപാട് അമിതമായിട്ട് വിഷമിപ്പിച്ചിട്ടില്ല. ഹൃദയം തകർക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അങ്ങനെ വിഷമിപ്പിച്ചിട്ടില്ല, മറ്റുള്ളവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നല്ല മനുഷ്യനാണെന്ന് പറയും. അപ്പോൾ ഈ ഒരു 4 ക്വാളിറ്റീസും നിങ്ങളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം തന്നെ നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ തെളിയിച്ചോളൂ എന്താണ് നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. അല്ലാഹു തആലക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കും. നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കാരണം സ്വയം നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിക്കോട്ടെ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.